6 മണിക്ക് മുന്നേ അലാറം വെച്ച് കിടന്ന ഞാനാണ് കേട്ടോ. പക്ഷേ എഴുന്നേറ്റപ്പോഴത്തേനും ഒരു 7 മണി അടുപ്പിച്ചായി. കുഞ്ഞമ്മ 6 മണിക്ക് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ തനിച്ചേ ഉള്ളൂ ആശുപത്രിയിൽ. ഞാൻ എണീറ്റ പാടെ പെട്ടെന്ന് ചടപടേന്ന് കുളിച്ചിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് വന്നിട്ട് അമ്മയ്ക്ക് ചായ വാങ്ങാനായിട്ട് ഫ്ലാസ്കും എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ ചായ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ ദോശയും വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ദോശയെ കഴിക്കുള്ളൂ, എന്നാലും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ പോയി അമ്മയ്ക്ക് ദോശയും ചായയൊക്കെ കൊടുത്തു. കാരണം ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ട്രിപ്പൊക്കെ ഇട്ടിട്ട് അമ്മ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. ഇപ്പുറത്തെ ബെഡിൽ ചെറിയൊരു കൈലിയൊക്കെ വിരിച്ചിട്ട് ഞാനും കയറി കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ടാണ്. അപ്പോൾ അനിയത്തി വന്നപ്പോഴത്തേനും ഞാൻ വീട്ടിലോട്ട് പോയി. ചെന്ന പാടെ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഞാൻ കുക്കിംഗ് പരിപാടിയിലോട്ട് കടന്നേട്ടെ. എന്തായാലും ഇപ്പോൾ ഒരു 11 മണി അടുപ്പിച്ചായി. ഇനി ജോലിക്ക് കയറുന്നത് ഉച്ചയ്ക്ക് ശേഷം നടക്കുകയുള്ളൂ. അപ്പോൾ ആ ഫുഡ് ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ട് ചടപടയെന്ന് ഞാൻ ഫുഡും ഉണ്ടാക്കി. ബീൻസ് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അച്ചാറുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ട് കേട്ടോ. ഞാൻ ഈ സാമ്പാറിനും ബീൻസ് തോരനുള്ളതൊക്കെ കട്ട് ചെയ്ത് വെച്ചതുകൊണ്ടാണ് പെട്ടെന്ന് പരിപാടി കഴിഞ്ഞത്. പിന്നെ ഞാൻ ഇന്നലെ തന്നെ അമ്മയ്ക്ക് കഴിക്കാനുള്ള ഫ്രൂട്ട്സും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കഞ്ഞി കുടിക്കാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുണ്ട്, സ്പൂണ്, കത്തി, പ്ലേറ്റ്, പിന്നെ കുടിക്കാനുള്ള വെള്ളം എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ പാറുക്കുട്ടി പെട്ടെന്ന് തന്നെ റെഡിയായി വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ എല്ലാം പാക്ക് ചെയ്ത് നേരെ ഹോസ്പിറ്റലിലോട്ട് വെച്ച് പിടിക്കുകയാണ് ചെയ്തത്. അമ്മയ്ക്ക് നേരത്തെ ഫുഡ് കൊടുക്കണം. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്ന് എനിക്ക് വേറൊരു പണി കിട്ടിയിട്ടാ. എന്താണെന്ന് ചോദിച്ചാൽ അമ്മയുടെ ESI കാർഡ് ഉണ്ടല്ലോ, അതിലാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റായിട്ടാണ് കൊടുത്തേക്കണേ. അപ്പോൾ അത് തിരുത്തണം, ഇന്ന് തന്നെ തിരുത്തണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ ESIയുടെ ഓഫീസിലോട്ട് പോയായിരുന്നേ. എനിക്കാണെങ്കിൽ വിശന്ന് പൊരിഞ്ഞ് വെയിലത്ത് തളർന്നെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചേട്ടാ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുടിക്കാമെന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ഇങ്ങനെ പല കളേഴ്സിൽ ഫ്രൂട്ട് സലാഡ് വെച്ചേക്കുന്നേ. എനിക്കാണെങ്കിൽ ഫ്രൂട്ട് സലാഡ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനൊരു ബദാം മിൽക്കിൻ്റെ ഫ്രൂട്ട് സലാഡ് എടുക്കാമെന്ന് എഴുതി. അതിൽ നിറയെ ഡ്രാഗൺ ഫ്രൂട്ട് ഇട്ടേക്കുന്നതുകൊണ്ട് ഒരു പർപ്പിൾ കളറായിട്ടുണ്ട് കേട്ടോ ബദാം മിൽക്കിന്. അപ്പോൾ ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ വഴുതക്കാടാണ്. വഴുതക്കാട് സിഗ്നലിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു ഷോപ്പ് ഉള്ളത്. നിങ്ങൾ അതുവഴി പോവുകയാണെങ്കിൽ കയറി കുടിച്ചോട്ടെ. നല്ല അടിപൊളി ടേസ്റ്റാണ്. 30 രൂപയുള്ളൂ. എക്സ്ട്രാ ഷുഗറൊന്നും ഇട്ടിട്ടില്ല. അതിൻ്റേതായ ടേസ്റ്റ് തന്നെ ഉള്ളൂ കേട്ടോ. നിറയെ ഫ്രൂട്ട്സും ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ കുടിച്ചിട്ട് പിന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി, ലേറ്റായി. അതുകൊണ്ട് ഞാൻ നേരെ പിന്നെ വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ.